എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി നമ്മളുടെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് ഒത്തിരി ആളുകൾ ദൈവശാസ്ത്രത്തിൻ്റെ വിവിധ വിഷയങ്ങൾ, വിവിധ വശങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗദാശിക ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകഴിഞ്ഞു. പ്രത്യേകിച്ച് പൗരോഹിത്യത്തോട് ബന്ധപ്പെടുത്തി പൊതുപൗരോഹിത്യത്തെക്കുറിച്ചും അഹറോൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചും പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെക്കുറിച്ചും ഈശോയുടെ പൗരോഹിത്യത്തെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു. അതോടൊപ്പം അനുബന്ധിച്ച് ഇന്നത്തെ കത്തോലിക്ക പൗരോഹിത്യത്തെക്കുറിച്ച്, ഈ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്, എവിടെയാണ് എന്നുള്ള ചിന്തകൾ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പൗരോഹിത്യ ശുശ്രൂഷകൾ ബൈബിൾ അധിഷ്ഠിതമാണോ, യേശു നിയോഗിച്ചതാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് ട്രെൻഡ് കൗൺസിൽ വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഇതില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവർ ശപിക്കപ്പെട്ടവരായിരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ പറയുവാൻ പാടില്ല. തീർച്ചയായും ഇത് കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ നിയോഗപ്രകാരം ഉണ്ടായിട്ടുള്ളതാണ്. യേശുവിൻ്റെ ആ ശുശ്രൂഷകൾ, യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ അവിടുന്ന് നിറവേറ്റിയ ആ ദൗത്യങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന ജനതയ്ക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾക്ക് സംലഭ്യമാക്കുന്നത് ഈ പുരോഹിതരുടെ ശുശ്രൂഷകളിലൂടെ. അപ്പം അതിന് തീർച്ചയായും ഈ പൗരോഹിത്യം ആവശ്യമാണ്. പലപ്പോഴും വ്യത്യസ്ത ഗ്രൂപ്പുകളിൽപ്പെട്ടവർ ഇതിനെ വിമർശിക്കുകയും വേണ്ട എന്ന് പറയുകയും, അല്ലെങ്കിൽ സഭയിൽപ്പെട്ടവർ തന്നെ ചിലപ്പോൾ വിമർശനാത്മകമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പുരോഹിതരുടെ ആധിപത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലാണ് എന്ന് പറയുന്ന ചില ആളുകളെയൊക്കെ ചിലപ്പോൾ നമുക്ക് കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ ആ ചിന്തകളൊക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വിമർശനങ്ങളെയും വ്യത്യസ്ത ചിന്തകളെയും ഭിന്ന അഭിപ്രായങ്ങളെയും ഒക്കെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് കത്തോലിക്ക പൗരോഹിത്യത്തെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. ഈശോ നമുക്കറിയാം, ലോകാവസാനം വരെ സകല മനുഷ്യരാശിക്ക് വേണ്ടി കർത്താവിൻ്റെ സന്ദേശം എത്തിക്കേണ്ടത് അത് ഈശോയുടെ തന്നെ മനസ്സിലെ ഒരു പ്ലാനും പദ്ധതിയുമായിരുന്നു. ആ പദ്ധതി എങ്ങനെ നടപ്പാക്കണമെന്ന് കർത്താവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈശോ വന്നു 2000 വർഷം മുൻപ് ഈ ലോകത്തിൽ 30 വർഷം രഹസ്യമായിട്ട് ജീവിക്കുകയും 3 വർഷക്കാലം പരസ്യജീവിതം നടത്തുകയും ചെയ്തു. അതിൻ്റെ അവസാനം തന്നെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ബലിയായി, ഭാവപരിഹാര ബലിയായി അർപ്പിച്ച് കാൽവരി മലയിൽ മരിച്ച് അവിടുന്ന് ഉത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ, നിറവേറ്റിയ കാര്യങ്ങൾ ലോകാവസാനം വരെ എല്ലാവർക്കും ലഭ്യമാകണം. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ പോകണം, നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കണമെന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എല്ലാവരോടും ഈ വചനം പ്രഘോഷിക്കുവാൻ, മനസ്സാന്തരപ്പെടുന്നവരെ മാമോദീസ നൽകി സഭയിലേക്ക് സ്വീകരിക്കുവാൻ, അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ചെയ്തു കൊടുക്കുവാനായിട്ട് കർത്താവ് ഫലമേൽപ്പിക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളിൽ മാഞ്ഞു പോകാത്ത മഷിയിൽ സുവിശേഷ സന്ദേശം ഈ ശിഷ്യന്മാരുടെ മനസ്സിൽ ഹൃദയത്തിൽ അവിടുന്ന് എഴുതി ചേർത്തിരുന്നു. കാരണമുണ്ട്, നമുക്കറിയാം, ഈ ലോകമെങ്ങും ഈ സന്ദേശവുമായി, ഗുരുവിൻ്റെ സന്ദേശവുമായിട്ട് പോകുമ്പോൾ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും. മർദ്ദനങ്ങൾ, പീഡനങ്ങൾ, മരണം എന്നിവയൊക്കെ ഉണ്ടായാൽ പോലും ചുരുക്കത്തിൽ യേശു ചെയ്തത് അവിടുന്ന് ഒരു ശിഷ്യ സമൂഹത്തെ ഇതിനു വേണ്ടി ഒരുക്കിയിരുന്നു. ആ ശിഷ്യ സമൂഹത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇന്നത്തെ പൗരോഹിത്യം എന്ന് പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും.
പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. അവൻ 12 പേരെ നിയോഗിച്ചു. അവർക്ക് അപ്പസ്തോലന്മാരെന്ന് പേരും നൽകി. 3-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. മർക്കോസ് ഇവിടെ സൂചിപ്പിക്കുക, കർത്താവ് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ച് പ്രത്യേക ദൗത്യം നൽകി നിയോഗിക്കുകയാണ്. ഈ ഒരു ദൗത്യ നൽകി നിയോഗിക്കുന്ന ഈ ഒരു കർമ്മം ഇന്നും അവിടുന്ന് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായി മെത്രാന്മാരും പുരോഹിതരും അത് ലോകത്തിൻ്റെ അവസാനം വരെ ഈ തെരഞ്ഞെടുപ്പും നിയോഗവും അഭിഷേകവും ശുശ്രൂഷയും എല്ലാം ഉണ്ടാകും. ഈശോ തന്നെ പ്ലാൻ ചെയ്ത് പദ്ധതി ഇട്ട കാര്യമാണ്. വല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. നമുക്കറിയാം, കത്തോലിക്ക പുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതർ അപ്പസ്തോലന്മാരുടെ പിൻഗാമികളാണ്. അതിനെക്കുറിച്ച് സംശയത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് വലിയ ദൗത്യം ബലിയർപ്പിക്കുവാനും വചനം പ്രഘോഷിക്കുവാനുമുള്ള ഈ 2 ദൗത്യങ്ങൾ, ബലിയർപ്പിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്യുക, ഈ ദൗത്യം തൻ്റെ ശിഷ്യന്മാരെ അവിടെ ഏൽപ്പിച്ചത്. അത് തുടരുകയാണ്. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുമ്പോൾ, ആ വലിയ ഉത്തരവാദിത്വം അവർക്ക് കൊടുക്കുമ്പോൾ അത് ലോകാവസാനം വരെ തുടരണമെന്നുള്ള കർത്താവിൻ്റെ വലിയ പദ്ധതി ഉണ്ടായിരുന്നു. പൗരോഹിത്യ രാജ്യത്തിൽ അഥവാ പുരോഹിതരുടെ രാജ്യത്തിൽ ഒരു പ്രത്യേക പൗരോഹിത്യ പദവി സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അത് തൻ്റെ നാമത്തിൽ ബലിയർപ്പിക്കുന്നതിന്, തൻ്റെ ശരീരരക്തങ്ങളുടെ ബലിക്ക് തൻ്റെ ശക്തിയും അധികാരവും ഈ പുരോഹിതരുടെ മേൽ അവിടുന്ന് നൽകുകയായിരുന്നു. പ്രത്യേകമായിട്ട് ആ ഒരു ദൗത്യം നൽകുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവിൻ. കർത്താവ് അർപ്പിച്ച ബലി അല്ലെങ്കിൽ അർപ്പിക്കുവാൻ പോകുന്ന ബലി, ആ അന്ത്യത്താഴം, അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞവരെ ഫലമേൽപ്പിക്കുകയാണ്. അപ്പോൾ ആ പൗരോഹിത്യ ശുശ്രൂഷയാണ് ഇന്ന് തുടർന്നു കൊണ്ടിരിക്കുന്നത്. അതും യേശുവിൻ്റെ ആ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നുകൊണ്ട് ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച ആ ഉത്തരവാദിത്വം ഇന്ന് പുരോഹിതർ തുടരുകയാണ്. അല്ലാതെ ഇത് സഭ ഉണ്ടാക്കിയെടുത്തതോ സഭയുടെ ആശയമോ സഭയുടെ പദ്ധതിയോ പ്ലാനുകളോ അല്ല. ഇത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പദ്ധതിയും പ്ലാനുമാണ്. അവിടെയാണ് കത്തോലിക്ക പൗരോഹിത്യത്തിൻ്റെ വില നിലനിൽക്കുന്നത്. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെക്കാൾ ഈ പൗരോഹിത്യം ഏറെ സമുന്നതവും കൂടുതൽ സമ്പൂർണവുമാണ്. അത് ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെട്ടതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ പിന്തുടർച്ചയായിട്ടത് മുൻപോട്ട് പോകുന്നതുകൊണ്ട്, കാരണം ക്രിസ്തുവിൻ്റെ എല്ലാ കാലത്തേക്കുമുള്ള ഏകബലിയാണത്. കർത്താവിൻ്റെ ഏകബലി അത് അർപ്പിക്കുവാനായിട്ടാണ്. നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവാനെന്ന് പറയുമ്പോൾ ഈശോയുടെ ആ ബലിയർപ്പണത്തിൻ്റെ ആ ഓർമ്മ ആചരിക്കുവാൻ, അത് അർപ്പിക്കുവാനായിട്ട് നിയോഗിക്കുകയാണ്. അപ്പോൾ അതിന് പഴയ നിയമ ബലികളേക്കാൾ അതിന് വിലയുള്ളതാണ്. അത് ഏകബലിയാണ്. അത് മറ്റാർക്കും അർപ്പിക്കാൻ പറ്റുന്നതല്ല. അത് പുരോഹിതരിലൂടെ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും സ്ഥലകാലങ്ങളിലൂടെ അത് പ്രതിനിധാനം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈശോ ഈ ഫലമേൽപ്പിച്ച ഈ ദൗത്യം, അപ്പസ്തോലന്മാരായിരുന്നു ആദ്യത്തെ പുരോഹിതരെന്ന് നമുക്കറിയാം. ഈ ദൗത്യം നിറവേറ്റിയ ഈ അപ്പസ്തോലന്മാർ, അവർ പൗരോഹിത്യത്തിലെ എല്ലാ ശുശ്രൂഷകളും, ആദിമ സഭയിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അവരെല്ലാ ശുശ്രൂഷകളും ആവശ്യാനുസരണം, ആ കാലഘട്ടത്തിൻ്റെ ആവശ്യാനുസരണം, ജനത്തിൻ്റെ ആവശ്യാനുസരണം നിർവഹിച്ചു കൊടുത്തിരുന്നു. അവരെല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം, ദൈവജനത്തോടൊപ്പം പങ്കുചേർന്നിരുന്നു. വചനം പ്രഘോഷിക്കാനും ശുശ്രൂഷകൾ ചെയ്യുവാനും അവരുമായിട്ട് അപ്പം മുറിക്കുവാനും എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായും സഹകരിച്ച വ്യക്തികളാണ്. വീണ്ടും വിശ്വാസികളെ പഠിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും യേശു അവർക്ക് പൂർണ്ണ അധികാരം നൽകിയിരുന്നു എന്നുള്ളത് വലിയ 2 ദൗത്യമാണ്. വിശുദ്ധീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. ഇന്നത്തെ പൗരോഹിത്യത്തിൽ നമ്മൾ കാണുന്നത് അതുതന്നെയാണ്. പുരോഹിതരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളായിട്ടുള്ളത് ഈ വിശുദ്ധീകരണവും പഠിപ്പിക്കലുമാണ്. ദൈവവചനം പഠിപ്പിക്കുക, ദൈവിക കാര്യങ്ങൾ പഠിപ്പിക്കുക, അതോടൊപ്പം തന്നെ കുദാശകളിലൂടെ ദൈവജനം മുഴുവനെയും വിശുദ്ധീകരിക്കുക എന്നുള്ളത്. അത് ലോകത്തിൻ്റെ അവസാനം വരെ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ തുടരണമെന്നുള്ളതാണ് പ്രത്യേകത. നമുക്കറിയാം, പിൻതലമുറകളുടെ പ്രയോജനത്തിനായി കൈമാറ്റം ചെയ്യുവാനുള്ള അധികാരം നൽകിക്കൊണ്ടാണ് അവരെ അയച്ചത്. യേശു
ശിഷ്യന്മാർക്ക് നൽകി. 12 അപ്പസ്തോലന്മാർക്ക് അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് നൽകിയത് അവരവരുടെ പിൻഗാമികൾക്ക് നൽകി. പത്രോസ് ഒന്നാമത്തെ മാർപ്പാപ്പയാണ്. പത്രോസിൻ്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരല്ലെങ്കിൽ മറ്റ് അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർ, അവരിലൂടെ കൈവെപ്പിലൂടെ ഇത് പിൻതലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം എല്ലാവരെയും പഠിപ്പിക്കാനും ഓർമ്മിപ്പിക്കാനും കർത്താവ് നമ്മളെ ചുമതലപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുവനെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അത് ലോകാവസാനം വരെയാണ്. അല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ടല്ല, അത് പിൻതലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. അതാണ് കത്തോലിക്ക പൗരോഹിത്യത്തിൻ്റെ പ്രത്യേകത. കൈമാറ്റത്തിലൂടെ, കൈവെപ്പിലൂടെ, മെത്രാന്മാരുടെ കൈവെപ്പിലൂടെ ഈ പുരോഹിത ദൗത്യം, ആ അഭിഷേകം പുരോഹിതർക്ക് ലഭ്യമാവുകയാണ്. ആ ഒരു പിന്തുടർച്ച തീർച്ചയായും പത്രോസ് മുതൽ, അല്ലെങ്കിൽ യേശുവിൽ നിന്ന് ആരംഭിച്ച് പത്രോസിലൂടെ മറ്റ് ശിഷ്യന്മാരിലൂടെ ഇന്നത്തെ പുരോഹിതരിലും മെത്രാന്മാരിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ പൗരോഹിത്യ ദൗത്യമാണ്. ആ ഒരു പ്രത്യേകത ഒരിക്കലും അതിനൊരു ഭംഗം വരാൻ, ഒരു മുറിവ് സംഭവിക്കുവാൻ, അല്ലെങ്കിൽ ആ ബന്ധം നിലച്ചു പോകുവാനായിട്ട് ഇടവരാത്ത വിധം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കത്തോലിക്ക പൗരോഹിത്യം ഒരു തരത്തിലും യേശുവിൻ്റെ പൗരോഹിത്യവുമായിട്ട് മത്സരിക്കുകയോ അല്ലെങ്കിൽ അതിന് പകരമാവുകയോ ചെയ്യുന്നില്ല. യേശുവിൻ്റെ പൗരോഹിത്യം നമ്മൾ പറഞ്ഞു, ആ യേശുവിൻ്റെ ഏകബലി, ആ ഏകബലി അർപ്പിക്കുവാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. ഒരു പുരോഹിതനും സാധ്യമല്ല യേശു അർപ്പിച്ച ബലി. അപ്പോൾ യേശുവിൻ്റെ പൗരോഹിത്യവുമായിട്ട് ഒരു മത്സരമോ അല്ലെങ്കിൽ പകരമാകുന്നതോ അല്ല, അത് ആ പൗരോഹിത്യത്തിൽ ഒരു പങ്കാളിത്തമാണ് നമുക്ക് ലഭിക്കുന്നത്. യേശുവിൻ്റെ പൗരോഹിത്യത്തിലുള്ള പങ്കാളിത്തമാണ് ഇന്നത്തെ ഓരോ പുരോഹിതർക്കും ലഭിക്കുന്നത്. അത് നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്. യേശുവിൻ്റെ പൗരോഹിത്യത്തിന് പകരമല്ല, അല്ലെങ്കിൽ അതുമായിട്ട് താരതമ്യം ചെയ്ത് അതിൽ ഒരു പങ്കാളിത്തം നേടിയെടുക്കുകയാണ്. അല്ലെങ്കിൽ അത് ആ പൗരോഹിത്യത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഇന്ന് നമ്മൾ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. യേശു അവിരാമം തൻ്റെ സഭയെ പടുത്തുയർത്തുകയും അതിനെ നയിക്കുകയും ചെയ്യുന്ന ഒരു ഉപാധിയാണ് ഈ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് വേണമെങ്കിൽ പറയാം. 2000 വർഷം മുൻപ് ഈ ലോകത്തിലേക്ക് വന്ന കർത്താവ് 33 വർഷം, പ്രത്യേകിച്ച് 3 വർഷം തൻ്റെ ദൗത്യം ആ ജനതയ്ക്ക്, തൻ്റെ മുൻപിലുണ്ടായിരുന്ന ഓരോ ജനതയ്ക്കും, തൻ്റെ മുൻപിൽ വന്ന ഓരോ വ്യക്തികളോടും വചനം പ്രഘോഷിക്കുവാനും കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രഘോഷിക്കുവാനും അവർക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും, രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, എല്ലാം അവർക്ക് നന്മയായിട്ടുള്ളത് കർത്താവ് ചെയ്തു കൊടുക്കുകയായി. അതിന്ന് കർത്താവ് ആ ശുശ്രൂഷ സഭയെ പടുത്തുയർത്തുവാൻ, അല്ലെങ്കിൽ അതിനെ നയിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ കർത്താവ് തൻ്റെ ദൗത്യം ഇന്ന് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ആ ദൗത്യം തന്നെ ഇന്ന് പുരോഹിതരിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പങ്കാളിത്തം ഈ പുരോഹിതർക്ക് നൽകിക്കൊണ്ടാണ് കർത്താവ് ആ ദൗത്യത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ നിയമത്തിൽ ദൃശ്യവും ബാഹ്യവുമായ പൗരോഹിത്യമില്ല എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ പൗത്രീകരിക്കുവാനും നൽകുവാനും അതുപോലെ തന്നെ പാപങ്ങൾ ക്ഷമിക്കുവാനും ബന്ധിക്കുവാനും ഒരു അധികാരവുമില്ല, കേവലം സുവിശേഷ പ്രസംഗത്തിനുള്ള അധികാര പദവിയും ശുശ്രൂഷയും മാത്രമേ ഉള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഭ്രഷ്ടനാകട്ടെ എന്ന് ട്രെൻഡ് കൗൺസിൽ, അല്ലെങ്കിൽ ശാപവും പള്ളിവിലക്കും അവനുണ്ടാകട്ടെ എന്ന് ട്രെൻഡ് കൗൺസിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ചില ആളുകൾ, ഇന്നത്തെ പല ഗ്രൂപ്പുകളിൽപ്പെട്ടവരല്ലെങ്കിൽ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ചില ആളുകൾ പറയും, ഈ രീതിയിൽ കത്തോലിക്ക പൗരോഹിത്യത്തിൻ്റെ അധികാരവും ആ ശുശ്രൂഷയും ഒന്നും കർത്താവ് മുൻകൂട്ടി കണ്ടതല്ല, ഈശോയുടെ പദ്ധതിയിലും പ്ലാനിലും പെട്ടതല്ല എന്ന് സൂചിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് ട്രെൻഡ് കൗൺസിൽ വ്യക്തമായിട്ട് പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുന്നതോടൊപ്പം ഈ ശുശ്രൂഷകൾ പുതിയ നിയമത്തിൽ ദൃശ്യവും ബാഹ്യവുമായ പൗരോഹിത്യം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ പൗത്രീകരിക്കുവാൻ, വിശുദ്ധ ബലി അർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ പാപങ്ങൾ ക്ഷമിക്കുവാൻ, കുമ്പസാരമെന്ന കുദാശ പരികർമ്മം ചെയ്യുവാനുമുള്ള അധികാരം പുരോഹിതർക്കുണ്ട് എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. ട്രെൻഡ് കൗൺസിലിൻ്റെ പഠനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഈ പൗരോഹിത്യം ഇല്ല എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, വെറും ശുശ്രൂഷ മാത്രം മതി, വചനം പ്രഘോഷിക്കുകയും അതിനോട് ചേർന്നുള്ള ശുശ്രൂഷകൾ മാത്രം നിർവഹിച്ചാൽ മതി എന്ന് പറയുന്ന ആ വിഭാഗത്തെ ശപിച്ചുകൊണ്ട് അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞുകൊണ്ട് ട്രെൻഡ് കൗൺസിൽ തൻ്റെ പഠനം നടത്തുകയാണ്.
അപ്പോൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ് എന്ന് ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 1-ാം വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അവിടെ പാപപരിഹാരത്തിനായി ബലിയർപ്പിക്കുക, അല്ലെങ്കിൽ ഓരോ കുദാശകളും പരികർമ്മം ചെയ്യുക, പാപങ്ങൾ മോചിക്കപ്പെടുക, അത് വളരെ പ്രധാനപ്പെട്ടത്. വചനം പ്രഘോഷിക്കണം. തീർച്ചയായും വചനപ്രഘോഷണം വൈദികരുടെ കടമകളിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. എല്ലാവരെയും വചനം അറിയിക്കണം. അപ്പോൾ ആ വചനപ്രഘോഷണത്തോടൊപ്പം ഈ ബലിയർപ്പിക്കുക പാപപരിഹാരത്തിനായിട്ട്, മറ്റു കുദാശകൾ പരികർമ്മം ചെയ്യുക, ആ ശുശ്രൂഷ പൗരോഹിത്യം എന്ന് പറയുന്നത് ഈ വചനപ്രഘോഷണവും ഈ ശുശ്രൂഷകളെല്ലാം ചേർന്നതാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പുതിയ ഉടമ്പടിയിൽ പൗരോഹിത്യത്തിലേക്കുള്ള വിളി പഴയ നിയമത്തിലേതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു സ്വതന്ത്ര വരദാനമാണെന്ന് പറയും. സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ വരദാനമാണ്. കൃപയുടെ അല്ലെങ്കിൽ വരങ്ങളുടെ ആ ദൈവം നമുക്കായിട്ട് വർഷിക്കുകയാണ്. ഈ പുരോഹിതരെ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുന്നത്, അത് കത്തോലിക്കാ സഭയിലെ ശുശ്രൂഷകൾ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിറവേറ്റേണ്ടത്. ദൈവം തിരഞ്ഞെടുക്കുകയാണ്, അതിന് മാറ്റമില്ല. അത് ലോകാവസാനം വരെ അപ്രകാരം തന്നെയായിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത അത്. അപ്പോൾ ആ ഒരു വിളി അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ആ ദാനം അതാർക്കാണ് ലഭ്യമാകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് സഭയുടെ അധികാരികളെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ ശുശ്രൂഷയിലേക്ക്, ഈ പൗരോഹിത്യ പദവിയിലേക്ക് കടന്നു വരാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ശുശ്രൂഷ ദൗത്യത്തെ അപഹരിക്കുവാനോ കൈയടക്കുവാനോ ആർക്കും അധികാരമില്ല, മറ്റാർക്കും. ചില കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ സഭയുടെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ ഈ പൗരോഹിത്യത്തെയും മെത്രാൻ പദവിയെയും ഒക്കെ വേണ്ട വിധത്തിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാതെ പോയൊരു കാലഘട്ടമുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ലോകത്തിൻ്റെ അവസാനം വരെ ഈ ശുശ്രൂഷ പൗരോഹിത്യ ദൗത്യം അത് ലഭിക്കുന്ന ആളുകൾ, വ്യക്തികൾ, അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമൊക്കെ ആയിത്തീരേണ്ടതുണ്ട്. ഇവിടെ വ്യക്തമായിട്ട് ശുശ്രൂഷ പൗരോഹിത്യത്തെ അപഹരിക്കുവാൻ സാധ്യമല്ല, അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതം അത് വ്യക്തമായി പ്രസ്താവിക്കുന്നു. അഹരോനെ പോലെ വിളിക്കപ്പെടുന്നവയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുന്നില്ല. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 1-ാം തിരുവചനം. അഹരോനെ പോലെ വിളിക്കപ്പെട്ടവർ. മോശ അഹരോനെ പ്രത്യേകം വിളിച്ച് അഹരോനെയും പുത്രന്മാരെയും വിളിച്ച് നിയോഗിച്ചത്. അത് ദൈവം വിളിച്ചതിൻ്റെ പ്രതീകാത്മകമായ വിളി മോശയിലൂടെ നടക്കുകയാണ്. ദൈവം വിളിച്ചു എന്ന് പറയുന്നു. അഹരോനെ ദൈവം നിയോഗിച്ചത് അത് മോശയിലൂടെ. അതുപോലെ ഇന്നും ഈ ലോകത്തിൽ ഈ കത്തോലിക്ക പൗരോഹിത്യം സഭാ അധികാരികളിലൂടെ ഈ ദൈവവിളി ആർക്കാണ് ഉള്ളത് അല്ലെങ്കിൽ ആർക്കാണില്ലാത്തത് എന്ന് വിവേചിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവും അധികാരവും സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. സഭയാണത്, സഭയുടെ അധികാരികൾ ആണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ബഹുമതി ആരും സ്വയം ഏറ്റെടുക്കുന്നില്ല. ഹെബ്രായ ലേഖനം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിലെ അഹരോൻ്റെ ആ പൗരോഹിത്യത്തെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഹെബ്രായ ലേഖകൻ വ്യക്തമായി ലോകാവസാനം വരെയുള്ള എല്ലാ ക്രിസ്ത്യാനികളെയും ദൈവജനം മുഴുവനെയും ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനം. ഈ ഹെബ്രായ ലേഖനത്തിൽ 5-ാം അധ്യായം 1-ാം തിരുവചനത്തെ ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ വചനങ്ങൾ. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ പുരോഹിതരായിട്ട് തീർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്വയം തീരുമാനിച്ചു വന്ന് ഏറ്റെടുത്ത ഒരു ദൗത്യമല്ല, നിങ്ങളുടെ തീരുമാനമല്ല ഇവിടെ നടപ്പാകുന്നത്. പിന്നെയോ എൻ്റെ തീരുമാനം, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഫലം നൽകുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. വ്യക്തമായിട്ട് കർത്താവ് ഈ വചനം തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ നിയോഗിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ ദൗത്യത്തിൽ പങ്കുകാരാകുന്നത്, എൻ്റെ ശിഷ്യന്മാരായിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് തുറന്ന് കർത്താവ് പറയുകയാണ്. ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധത്തിലുള്ളൊരു വചനമാണിത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇത് ഇന്ന് സഭയിൽ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യേശു തുടങ്ങി വെച്ചത്
പ്രത്യേകിച്ച് അതിന് ഉദാഹരണം പറയുക. യൂദാസ് നമുക്കറിയാം ഈശോയുടെ ആ വിളി ഉപേക്ഷിച്ച് ഈശോയെ ഒറ്റിക്കൊടുത്ത് അവൻ പോയി ആത്മഹത്യ ചെയ്ത് തൻ്റെ ആ വിളി നഷ്ടപ്പെടുത്തി. അപ്പോൾ നമുക്കറിയാം പന്തക്കുസ്തായോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനുശേഷം ശിഷ്യന്മാർ ഒന്നിച്ചു ചേരുമ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ അവരുടെ മരണത്തോടെ അവസാനിക്കുകയില്ല. ശിഷ്യന്മാർ 12 പേര് അവർ മരിച്ചു കഴിയുമ്പോൾ ആ പൗരോഹിത്യ ശുശ്രൂഷ അവസാനിക്കുകയില്ല എന്ന് സൂചിപ്പിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നു. പുതിയ അപ്പസ്തോലിക പിന്തുടർച്ചയിലെ ആദ്യ മാതൃകയായിട്ട് മത്തിയാസിനെ അവർ ഒന്നു ചേർന്നിരുന്ന് തിരഞ്ഞെടുക്കുകയാണ്. ഒരാൾ നഷ്ടപ്പെട്ടു, ഉടനെ തന്നെ പുതിയ ആളെ തിരഞ്ഞെടുക്കുകയാണ്. യൂദാസിന് പകരം ഒരാളെ കണ്ടെത്തുക എന്ന പ്രശ്നം ഉദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തുടരണ്ടായിരുന്നു എങ്കിൽ, കർത്താവിൻ്റെ പദ്ധതിയിൽ അതില്ലായിരുന്നു എങ്കിൽ യൂദാസിന് പകരം ഒരാളെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. അപ്പോൾ അന്ന് തന്നെ യേശുവിൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഈ ഒരു മാതൃക നമുക്ക് കിട്ടുകയാണ്. ഇത് തുടരേണ്ടതാണ് ലോകാവസാനം വരെ. ഈ പൗരോഹിത്യ ശുശ്രൂഷ വിശ്വാസികളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി യേശു തുടക്കം കുറിച്ച പൗരോഹിത്യം പ്രചരിപ്പിക്കുന്നതിന് അപ്പസ്തോലിക പിന്തുടർച്ച ഉണ്ടായിരിക്കണമെന്നത് യേശുവിൻ്റെ ഇച്ഛയായിരുന്നു. അപ്പോൾ ആ അപ്പസ്തോലിക പിന്തുടർച്ചയുള്ള പുരോഹിതർ, അപ്പസ്തോലിക പിന്തുടർച്ചയുള്ള മെത്രാന്മാർ, അപ്പസ്തോലിക പിന്തുടർച്ചയുള്ള മാർപ്പാപ്പ സഭയെ നയിക്കണമെന്നുള്ളത് യേശുവിൻ്റെ തിരുവിഷ്ടമായിരുന്നു. അവിടുന്ന് ആഗ്രഹിച്ച കാര്യമായിരുന്നു. അത് മദ്യാസിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെയും തുടർന്നുള്ള ഓരോ പുരോഹിതരുടെയും മെത്രാന്മാരുടെയും തിരഞ്ഞെടുപ്പിലൂടെയും സഭ ഇന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ ആ വലിയ ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യം. അതോടൊപ്പം തന്നെ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്, ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനോട് രമിതപ്പെടുന്നു, ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ക്രിസ്തു നിയോഗിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട്, ക്രിസ്തു ഞങ്ങളെ ഭരമേൽപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനുമൊക്കെയുള്ള അധികാരമുള്ളത് എന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിന് തിടുക്കം കൂട്ടുകയോ മറ്റുള്ളവരുടെ പാപങ്ങളിൽ പങ്കുചേരുകയോ അരുത്, നീ വിശുദ്ധി പാലിക്കണം. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആലോചിച്ച് തീരുമാനിച്ച് പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നതനുസരിച്ച് വേണം ആളുകളെ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യരായിട്ട് തിരഞ്ഞെടുക്കുവാൻ. നിങ്ങൾ ആരുടെയും പാപങ്ങളിൽ നിങ്ങൾ പങ്കുചേരരുത്, നീ വിശുദ്ധി പാലിച്ചുകൊണ്ട് ആ വിശുദ്ധിയോടെ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് വലിയ ഒരു തിരഞ്ഞെടുപ്പാണ്, വലിയ ഒരു ദൗത്യമാണ്. കർത്താവ് ഏൽപ്പിച്ചത്, ശിഷ്യന്മാരെ ഏൽപ്പിച്ചത് ഇന്ന് സഭ അതേപടി അപ്രകാരം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ, പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരായി പരിഗണിക്കപ്പെടണം. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ സഭ പ്രത്യേകമായിട്ട് പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം കത്തോലിക്ക പൗരോഹിത്യം എന്ന് പറയുന്നത് ലോകത്തിലെല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നുണ്ട്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ കർത്താവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ ആ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നത് കൊണ്ട്, ആ കൈവെപ്പ് തുടരുന്നത് കൊണ്ട്, ഈ തിരഞ്ഞെടുപ്പ് കർത്താവ് പറഞ്ഞതുപോലെ നിറവേറ്റുന്നത് കൊണ്ട്, അത് ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നവർ, നമ്മളാരും സ്വയം തിരഞ്ഞെടുക്കപ്പെടുന്നതല്ല, അല്ലെങ്കിൽ സ്വയം കടന്നു വരുന്നതല്ല, കർത്താവ് തന്നെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബഹുമാനം ലഭിക്കുന്നതും അല്ലെങ്കിൽ ബഹുമാനം ലഭ്യമാകണമെന്നും പൗലോസ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുക. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ഇസ്രായേൽ ജനതയെ അനുഗ്രഹിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്, പൗരോഹിത്യ രാജകീയ വംശത്തിൽ ഉൾപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ പ്രത്യേകമായ ഒരു പരിഗണനയും ബഹുമാനവും ദൈവജനത്തെ അനുഗ്രഹിക്കുവാനുള്ള ആ ഒരു കഴിവ്, അവകാശം അവർക്ക് നൽകിയിരിക്കുന്നു. അവർ ആ ദൈവജനത്തിൻ്റെ അല്ലെങ്കിൽ പൗരോഹിത്യ രാജകീയ വംശത്തിൽപ്പെട്ടവരായിട്ട് പുരോഹിതരെ പ്രത്യേകമായിട്ട് പഴയ നിയമ പുരോഹിതരെ നിയോഗിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് കർത്താവ് അഹ്റോനോടും പുത്രന്മാരോടും മോശയിലൂടെ ദൈവമായ കർത്താവ് പറയുകയാണ്. ഇസ്രായേൽ ജനത്തെ എപ്പോഴും അനുഗ്രഹിക്കുക. ജനത്തെ അനുഗ്രഹിക്കുക എന്നുള്ളത് പുരോഹിതൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അപ്പോൾ അവരെ ജനത്തെ അനുഗ്രഹിക്കാൻ മാത്രം മഹത്വമുള്ളവന്, വലിപ്പമുള്ളവന്, ശ്രേഷ്ഠനാണ് പുരോഹിതനെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. സംഖ്യയുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്,
22 മുതൽ 27 വരെയുള്ള വചനങ്ങൾ കർത്താവ് മോശയോട് ചെയ്തു, അഹരോനോടും പുത്രന്മാരോടും പറയുക, നീ ദൈവജനത്തെ അനുഗ്രഹിക്കണം. അപ്പോൾ ഞാനും ആ പുരോഹിതനോട് ചേർന്ന് ദൈവജനത്തെ അനുഗ്രഹിക്കും. പുരോഹിതൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ഞാൻ നിറവേറ്റുമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇവർ ഇസ്രായേൽ മക്കളുടെ മേൽ എൻ്റെ നാമം ഉറപ്പിക്കട്ടെ, അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. പുരോഹിതർ പറയുന്നത് പോലെ അല്ലെങ്കിൽ പുരോഹിതർ പ്രവർത്തിക്കുന്നത് പോലെ ദൈവം സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം വർഷിക്കുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെയും ഏറ്റവും പരിശുദ്ധ തൃത്വത്തിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ, അതോടൊപ്പം തന്നെ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായത്തിലൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ്ലീഹ ദൈവജനം മുഴുവനെയും ക്രിസ്ത്യാനികളെ മുഴുവനെയും അനുഗ്രഹിക്കുകയാണ്, ആശീർവദിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതും നിയോഗിക്കപ്പെട്ടതുമായതുകൊണ്ട് അവരെ ശ്രേഷ്ഠരായി കരുതിയിരുന്നു. അവരുടെ അനുഗ്രഹം വാങ്ങുവാനായിട്ട് ദൈവജനം ആഗ്രഹിച്ചിരുന്നു. ദൈവത്തിൻ്റെ തന്നെ പദ്ധതിയും പ്ലാനുമാണ്. ദൈവജനത്തെ പുരോഹിതരെ അനുഗ്രഹിക്കണം. അതിലൂടെ അവർ വിശുദ്ധീകരിക്കപ്പെടണം. അവർ ദൈവത്തിൻ്റെ ജനതയായിട്ട് മാറണം. ഇതാണ് കത്തോലിക്ക പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ കത്തോലിക്ക പൗരോഹിത്യത്തിൻ്റെ വേരുകൾ യേശുവിൻ്റെ ഈ പൗരോഹിത്യത്തോട് തിരുവചനങ്ങളോട് ചേർന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും കത്തോലിക്ക പൗരോഹിത്യം ഇന്നും നിലനിൽക്കുന്ന പൗരോഹിത്യം, ആ ശ്രേഷ്ഠമായ പൗരോഹിത്യം, അതിലൂടെയുള്ള ആ ശുശ്രൂഷകൾ ലഭ്യമാക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവജനം മുഴുവനെയും അനുഗ്രഹിക്കുന്ന പുരോഹിതര് ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കുവാൻ ഇടവരട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.